ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് ഇനീഷ്യലൈസേഷനെ പറ്റിയിട്ടാണ്. അപ്പം ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിഡൻ ഡയറക്ടറി ക്രിയേറ്റ് ആവും. ആ ഹിഡൻ ഡയറക്ടറിന്റെ ഉള്ളിൽ കുറെ സബ് ഡയറക്ടറീസും ക്രിയേറ്റ് ആവും. അപ്പൊ എന്തിനാണ് ഗിറ്റ് ഈ ഒരു സബ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം വീഡിയോന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലൊക്കെ പോകും. ഈ ഡോട്ട് ഗിറ്റിന്റെ ഉള്ളിൽ കുറച്ച് ഡയറക്ടറീസും ഫയൽസും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫയൽസ് കാണാം, കുറച്ച് ഫോൾഡേഴ്സ് കാണാം. നമുക്ക് ഫയൽസ് എന്താണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ ഫോൾഡേഴ്സും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് ഹെഡ് എന്ന് പറഞ്ഞ ഫയൽ. ഈ ഹെഡ് എന്ന് പറഞ്ഞ ഫയലിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു പോയിന്റർ ഉണ്ടാവും. ആ പോയിന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഗിറ്റിന്റെ ബ്രാഞ്ചിലാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ബ്രാഞ്ചിലേക്കുള്ള പോയിന്റർ ആയിരിക്കും ഈ പർട്ടിക്കുലർ ഹെഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇൻ നോട്ട് പാഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റഫ്സ് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ ഗിറ്റിന്റെ ബൈ ഡിഫോൾട്ട് ബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ച്. ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഞ്ചിന്റെ പാത്തായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫയൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എഡിറ്റ് നോട്ട് പാഡ് കൊടുക്കുക. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അൺനെയിംഡ് റെപ്പോസിറ്ററി, എഡിറ്റ് ദിസ് ഫയൽ ഡിസ്ക്രിപ്ഷൻ ടു നെയിം ദി റെപ്പോസിറ്ററി. ഇതെന്താണെന്ന് വെച്ചാൽ നോർമൽ ഗിറ്റിന്റെ ഓപ്പറേഷൻസ് ഒന്നും ഇത് ആവശ്യമില്ല. പക്ഷേ ഗിറ്റ് വെബ് UI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.